ബാർക്കോഴയിൽ കെ എം മാണിക്കെതിരെ വാമൊഴിയും വരമൊഴിയും തെളിവും ഒക്കെ കൊടുത്തിട്ടും ബിജു രമേശിന്റെ പരാതിക്ക് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പുല്ലുവില പോലും കൽപ്പിച്ചില്ല. പരിശുദ്ധനായ മാണിയെ കുഴപ്പത്തിലാക്കാൻ ബിജു രമേശും മറ്റു ചിലരും ഗൂഢാലോചന നടത്തുകയാണെന്ന് പറഞ്ഞ് അവർ മാണിക്ക് രക്ഷകരായി. എന്തായാലും ബിജു രമേശ് ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിനാണത്രേ തുടക്കം കുറിക്കുന്നത്. എന്നാൽ കൈക്കൂലി കൊടുക്കുന്നവരും കുറ്റവാളികളാണ് എന്ന് അറിയാതെയാണോ ബിജു രമേശ് ഇങ്ങനെയെല്ലാം വിളിച്ചു പറയുന്നത്? ഇവിടെ ഇന്ന് പുതിയ നിയമങ്ങൾ, അഴിമതിയുടെ നിയമം അനുസരിച്ച് സാമ്പത്തികമായി പൈസ കൊടുക്കുന്നതും കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണ്. അത് വെച്ച് കണക്കാക്കണമെങ്കിൽ ഇവിടെ ഇരിക്കണമെങ്കിൽ ഏറ്റവും വലിയ കുറ്റവാളി ചിലപ്പോൾ ഞാനോ പോളേട്ടനോ ഒക്കെ ആയിരിക്കാം. എവിടെ കയറി ചെന്നാലും പൈസ ചോദിക്കാതെ ഒരു കാര്യം ചെയ്തു തരില്ല എന്നുള്ളൊരു അവസ്ഥ ആദ്യകാലം തൊട്ടേ തുടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ കണ്ടു തുടങ്ങിയ കാലം തൊട്ട്. ഞാൻ ആദ്യം ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് എനിക്കിത് അങ്ങോട്ട് ഈ എവിടെ ചെല്ലണമെങ്കിൽ നമ്മളൊരു കാര്യത്തിന്, ന്യായമായ കാര്യത്തിലുള്ള പൈസ കൊടുക്കണം. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ മാസപ്പടി കൊടുക്കണം. അത് വളരെയേറെ എനിക്ക് ഞാൻ എന്തിനു കൊടുക്കുന്നു എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അന്ന് ഇരുന്ന ഗൗരിയമ്മയുടെ ഇരുന്ന് കുറ്റിയിരുന്ന് പറയാൻ തുടങ്ങി, ഈ ഇൻസ്പെക്ടർ ഭയങ്കര പിരിവാണ്, മറ്റേ സർക്കിൾ ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അച്ഛനടുത്ത് വന്നപ്പോൾ ഞാൻ വീട്ടിൽ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു നിവൃത്തിയില്ല, ഞാൻ ഗൗരിയമ്മയോട് പോയി ഇതെല്ലാം പറഞ്ഞു വന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഈ എല്ലാവരെയും കൂടെ വെറുപ്പിക്കാനാണ് ഉദ്ദേശിച്ച് ഇറങ്ങിയിരിക്കണേ? ഇതൊക്കെ ലോകം ഉണ്ടായ കാലം തൊട്ട് ഇതൊക്കെ ഉള്ളതാണ്. ഓരോ സ്ഥലങ്ങളിൽ ഓരോ സിസ്റ്റം ഉണ്ട്, അതനുസരിച്ച് പോകാനേ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ ചിലർ പൈസയ്ക്ക് വേണ്ടി കൊടുത്തില്ലെങ്കിൽ ഈ പിടിച്ചു പറിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇറങ്ങിയത് 21-22 വയസ്സിലേക്ക് ആ ബിസിനസ്സിലേക്ക് വന്നത്. നോക്കുമ്പോൾ ഒരു കൊച്ച്, ഇന്നത്തെ തടിയൊന്നുമില്ല, അപ്പോഴും മെലിഞ്ഞൊരു പയ്യനെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വിരട്ടുന്ന രീതിയിലുള്ള ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ 3-4 പേരെയൊക്കെ പണിഷ്മെന്റ് പോലെയൊക്കെ പോയിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് രണ്ടാമത് മിനിസ്റ്റർ വിളിച്ച് ഓൺ ചെയ്ത് പിന്നെയും മേക്കിട്ട് കയറുന്ന അവസ്ഥ വന്നാൽ മാറ്റിയൊക്കെ ചെയ്തു. കുറെ രീതിയിൽ അതൊക്കെ കുറെ ചെയ്യാൻ നോക്കി. കൈക്കൂലിക്കാരായ ചില പോലീസുകാർ പോലും ബിജു രമേശിനെ പണ്ടു തന്നെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. തമ്പാനൂർ ഇരിക്കുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ മാസം ഇത്ര രൂപ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ കൊടുക്കുന്ന പോരാനിട്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് ഏറ്റവും കൂടിയ 3-4 ബോട്ടിൽ കുപ്പിയും എടുത്തുണ്ട് ആളിനെ വിട്ട് മേടിപ്പിച്ചുകൊണ്ട് പോകും. ഇതൊക്കെ ഫ്രീ ആയിട്ടാണ്. സഹിയായിട്ട് ഞാൻ പറഞ്ഞു, ഈ മാസം പൈസ കൊടുക്കണ്ടെന്ന്. ഹോട്ടൽ നടത്തണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം. ഞാൻ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു. അടുത്ത മാസം അദ്ദേഹം ചെയ്ത വളരെ ഒരു ഉപകാരം ചെയ്തു. സരജൻ എന്ന് പറയപ്പെടുന്ന റിട്ടയറൊക്കെ ആയിപ്പോയി. ചെയ്ത പണിയെന്ന് പറയുന്നത് ചെങ്കച്ചുള്ളയിലുള്ള കുറെ പയ്യന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഹോട്ടലിൽ കയറി അടിച്ചു പൊളിക്കാൻ പറഞ്ഞു. ഹോട്ടലിൽ കയറി സുഖമായിട്ട് തല്ലിപ്പോമാർ തകർത്തു. പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ സ്ക്വാഡ് വന്ന് അവരെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്തു. 10 നിമിഷം കഴിയുമ്പം തമ്പാനൂർ സ്റ്റേഷനിലെ പോലീസ് വന്ന് ഞങ്ങളുടെ മാനേജർ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് വരും പിടിച്ചിട്ടുണ്ട്. കേസിൽ വാദി വന്ന തല്ലി താർത്തവരുമായി പ്രതി ഞങ്ങളുമായി. നേരെ അന്നൊരു സാറ്റർഡേ ആണ്. ഈ അഴിമതിയുടെ പോക്ക് പോകുന്ന പോലെ പറയാ, നേരെ ജാമ്യം എടുക്കാനായിട്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി. എനിക്ക് മജിസ്ട്രേറ്റിനെ പരിചയമില്ല. ജുഡീഷ്യറി ആൾക്കാരിരിക്കണം, പറഞ്ഞോണ്ട് തെറ്റണോ എന്ന് എനിക്കറിയില്ല. അതേ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, അവർക്ക് ജാമ്യം എടുക്കാൻ വന്നെങ്കിൽ എൻ്റെ കയ്യിൽ സീലില്ല, എന്താ ചെയ്യാന്ന്. എൻ്റെ കയ്യിൽ സീലില്ല, വീട്ടിലെ കൊണ്ടുവന്നെങ്കിൽ ഇനിയിപ്പോൾ ശനിയും ഞായറുമാണ്, ഞാൻ എന്താ ചെയ്യാന്ന്. ഞാൻ പറയും, നമ്മൾ എന്താ സാർ അവർക്ക് ജാമ്യം കൊടുക്കും, നമുക്ക് എന്തും ചെയ്യാമെന്ന്. ഈ ഒരു അവസ്ഥയാണ് കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് വൈകുന്നേരം പോയി അദ്ദേഹത്തിനുള്ള ഫീസും കെട്ടി വെച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും തീർത്തു. ഞങ്ങൾക്ക് ജാമ്യം കിട്ടി, സന്തോഷമായിട്ട് പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് മാസപ്പിരിവ് കറക്റ്റായിട്ട് കൊടുക്കാൻ തുടങ്ങി. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കണക്കുകൾ പരിശോധിക്കുന്നതിലേക്ക് വേണ്ടി വിൻസൻ എം പോൾ സാർ, ഇന്ന് വിജിലൻസിന്റെ ഡയറക്ടർ ആയിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ആൾക്കാർ വന്ന് കംപ്ലീറ്റ് നമ്മുടെ അക്കൗണ്ട്സ് പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ഹാർഡ് ഡിസ്കിന്റെ ഇതെടുത്തുകൊണ്ട് പോയി. എല്ലാ സ്ഥലങ്ങളിലും മാന്യമായി കൈക്കൂലി കൊടുക്കുന്ന കാര്യം അതിനകത്തുണ്ട്. മാസം കൊടുക്കുന്നത് ഞാൻ കൊണ്ടുപോയി കൊടുക്കാറൊന്നുമില്ല, കൊണ്ടുപോയി കൊടുക്കുന്നതിന് പൂർണ്ണ വിവരങ്ങൾ അതിനകത്തുണ്ട്. അതിന് സെപ്പറേറ്റ് ലെഡ്ജർ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിപ്പിച്ചു പേഴ്സണലി, നിങ്ങൾ എന്തിനാ കൊടുക്കണം? ഞാൻ പറഞ്ഞു, എനിക്ക് കൊടുക്കണമെന്ന് യാതൊരു താല്പര്യമില്ല സാറ്, എനിക്ക് പ്രൊട്ടക്ഷൻ തരുമെന്നുണ്ടെങ്കിൽ. ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇവർക്ക് മാസപ്പടികൾ കൊടുത്തില്ലെങ്കിൽ നമുക്ക് മാന്യമായി ബിസിനസ് ചെയ്യാനും കഴിയുന്നില്ല. അല്ലെങ്കിൽ വണ്ടിയും കൊണ്ടുവന്ന് ഈ പോലീസ് വണ്ടികൾ കൊണ്ടുവന്ന് ഹോട്ടലിൽ നടുക്ക് ഫ്രണ്ടിൽ ഇട്ടേക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ നടന്ന പല ഇൻസിഡന്റുകളും പറഞ്ഞതിന് ശേഷം ഞാൻ പറയും, സാർ ഇതൊന്ന് നിർത്തിത്താം, ഇതിന് സാർ ഒരു സംരക്ഷണം തരുമെങ്കിൽ ഞങ്ങൾ ഇതിന് തയ്യാറാണ്. എന്നിട്ട് സംരക്ഷണം കിട്ടിയോ? ഇപ്പോൾ ഈ നിമിഷം പോലും കൈക്കൂലി കൊടുത്തിട്ടാണ് ബിജു രമേശ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു അമ്മ എൻ്റെ മകൾക്കൊരു വസ്തു എഴുതി കൊടുത്തു. അതിന് സബ് രജിസ്ട്രാർ പറഞ്ഞത് വീട്ടിൽ വന്ന് എഴുതണമെന്നൊക്കെ പറഞ്ഞാൽ പറയാ, കുറച്ച് വാല്യൂ ഉള്ള ഇതാണല്ലോ, ഒരു 25 രൂപ കൊടുത്തേക്കാൻ പറയാം. 25,000 രൂപ കൊടുത്തേക്കാനായിട്ട് അമ്മ എൻ്റെ മോക്കൊരു ഗിഫ്റ്റ് കൊടുത്തതിനും ചോദിക്കുന്ന 25,000 രൂപ കൊടുത്തേക്കാൻ പറയാം. അല്ലെങ്കിൽ അതിനകത്ത് ചെറിയ മറ്റേ പ്രശ്നങ്ങളുണ്ട്. കാര്യം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഉള്ളതിൽ പാർട്ടീഷൻ നടന്നിട്ടില്ല. അതുകൊണ്ട് പാർട്ടീഷൻ ഇനി നടന്ന വില്ലേജിൽ പോയി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്നാലേ അല്ലെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 25 രൂപ ഇതൊന്നും വേണ്ട. അപ്പൊ നിയമത്തെ നമുക്ക് കാര്യം നടക്കണമെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെയും നമ്മൾ
ഈ ചെയ്യുകയും വേണം. പിന്നെ ഇതിനുവേണ്ടി നടന്നാൽ ഇനി അതിന് പുറകെ അതിനേക്കാളും കൂടുതൽ പൈസ 25,000 കൊടുത്തേക്കാൻ പറയും. 25,000 ഒക്കെ ഒരു കോഴയാണോ? 1 കോടിയൊക്കെ കൊടുക്കണ്ടേ? എന്തായാലും ഒരു വീട് വയ്ക്കാൻ പോലും ബിജു രമേശിന് കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. വീടിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു വീട് വെക്കാൻ വേണ്ടി കൊടുത്തിട്ട് ഏകദേശം 6 മാസമായി. ഞാൻ പൈസ എൻ്റെ ഒരു ബിൽഡിംഗ് ഇൻസ്പെക്ടർ എൻ്റെ ഫയൽ മാറുന്ന അനക്കണതേ ഇല്ല. ഞാൻ കൊടുക്കില്ല എന്ന് തന്നെ വിളിച്ചത്. എനിക്ക് ധൃതിയില്ല. വീട് പണിയാനായിട്ട് ഉടനെ പണിയാനുള്ള ഒരു സാമ്പത്തികം അതിന് മാറ്റി വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ന്യൂട്രൽ അടിച്ചു തന്നു. ഞാൻ കൊടുക്കില്ല എന്ന് തന്നെ വാശി പിടിച്ചു. അവസാനം ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, സാർ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, സാർ അത് റിജക്ട് ചെയ്ത് തരിക, അല്ലെങ്കിൽ സാർ ഫയൽ അയക്കുക, അല്ലാതെ ഒന്നുകൂടെ എനിക്ക് മറ്റേ സർവേ സ്കെച്ച് ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം, എൻ്റെ ലാൻഡ് വെരിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാർ, എത്ര ദിവസം വേണം? ഞാൻ പറഞ്ഞു സാറേ 10 ദിവസം സാറിന് ഞാൻ സമയം തരും. 5 പൈസ ഞാൻ തരില്ല. ഇത് തന്നെ അയാളോട് പറഞ്ഞു, 5 പൈസ അല്ല 10 ദിവസം സമയം തരും. സാറ് തന്നില്ലെങ്കിൽ ഞാൻ സാറിൻ്റെ ഓഫീസിനിടയിൽ വന്ന് ഇവിടെ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞു. അന്നേ ദിവസം തന്നെ അയാൾ ഫയൽ ഫോർവേഡ് ചെയ്ത് അടുത്തേക്ക് വിട്ടു. ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ പ്രതികരിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പൈസയൊന്നും കൊടുത്തില്ല, എൻ്റെ ഫയൽ എഴുതിപ്പോയി. അപ്പോൾ ഞാനൊരു ടെസ്റ്റായിട്ട് പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഉടനെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് ഡിലേ ആയാലും കുഴപ്പമില്ല എന്നുള്ള ധൈര്യത്തിൽ പറഞ്ഞതാണ്. ആ പറയാനുണ്ടായ ആർജവം ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അത് പോയത്. അതുപോലെ നിങ്ങളും പറയാൻ അതിന് ധൈര്യം വരണം. അങ്ങനെ ധൈര്യം വന്നിട്ട് വേണം ജീവിതം തന്നെ പെരുവഴിയിലാകാൻ. ബിജു രമേശിന് മാണിക്കെതിരെ ഉണ്ടായ ധൈര്യം നാട്ടുകാരെല്ലാം കണ്ടതാണ്. അപ്പോൾ തന്നെ പിടിച്ച് പരാതി അടക്കം കുഴിച്ചു മൂടിക്കളഞ്ഞില്ലേ? എന്തായാലും ബിജു രമേശിന്റെ കൈക്കൂലി പോരാട്ടം തുടരട്ടെ. ഒരു ഇടവേള കൂടി, അത് കഴിഞ്ഞ് പോത്തിറച്ചി വിപ്ലവം. നിങ്ങൾ ഇഷ്ടം പോലെ പോത്ത് കഴിച്ചോളൂ. UDF അല്ലേ ഇവിടെ ഭരിക്കുന്നത്, ഇഷ്ടം പോലെ കഴിച്ചോളൂ. KN കുഞ്ഞമ്മദിനെ പോലുള്ള പരട്ട് വർഗീയവാദികൾ